പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചതിയിൽ വീണ് കഴിഞ്ഞിരിക്കുകയാണ് റാംമോഹന് എന്നുള്ള കാര്യം ഉറപ്പിച്ചതിനെ തുടർന്ന് ഇനി പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് രാഹുൽ. ഇതേ തുടർന്ന് നീനയെ ചെന്ന് കാണുന്ന രാഹുൽ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നീ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. നിനക്ക് നൽകേണ്ട തുക ഞാൻ കൃത്യമായി നൽകും. നീ എൻ്റെ കൂടെ നിന്നു തന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാം. നമ്മൾ ഒന്നിച്ചു നിന്നാൽ കോടികളാണ് കയ്യിലേക്ക് വരാൻ പോകുന്നത്. ഞാൻ ഇപ്രാവശ്യം നിന്നെ ചതിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് നൽകാം. അതുപോലെ തന്നെ നീയും എനിക്ക് ഒരു ഉറപ്പ് നൽകിയേ പറ്റൂ. ഇത് കേട്ടതിനെ തുടർന്ന് നീന കൈ കൊടുത്തിരിക്കുകയാണ് രാഹുലിന്. പൈസയാണ് എനിക്കും വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യം ഒരുമിച്ച് നിന്ന് ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. ഇത് കേട്ടതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രാഹുൽ. എന്നാൽ ഇതേ സമയം റാംമോഹൻ തൻ്റെ സുഹൃത്തിൻ്റെ അവസ്ഥയ്ക്ക് കാരണം താനാണ് എന്നുള്ള കുറ്റബോധത്തിൽ മാനസികമായി തകർന്നു പോവുകയാണ്. ഒരിക്കലും അവന് ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇതെല്ലാം എൻ്റെ കൈപ്പിഴവ് കൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് പരിഹാരം ചെയ്യാൻ തയ്യാറാണ്. ഇദ്ദേഹത്തെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി എത്ര പണം മുടക്കാനും ഞാൻ തയ്യാറാണ്. മാത്രവുമല്ല, ഇപ്പോൾ എൻ്റെ മകളുടെ വിവാഹവും രാഹുലുമായി ഞാൻ നടത്തുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പ് നൽകിക്കൊണ്ട് റാംമോഹൻ മുന്നോട്ട് പോവുകയാണ്. ഇതോടെ കാര്യങ്ങളെല്ലാം ഇനി വളരെ സുഗമമായി നടക്കും എന്ന് രാഹുൽ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. രാഹുൽ തൻ്റെ അച്ഛനോട് മോശമായി പെരുമാറുന്നതും അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നതുമെല്ലാം റാംമോഹൻ കാണാൻ ഇടയാവുകയാണ്. ഇതോടെ തൻ്റെ തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കുകയാണ് റാംമോഹൻ. ഒരിക്കലും രാഹുൽ നല്ലൊരു വ്യക്തിയായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനെ തുടർന്ന് റാംമോഹനാകെ ഞെട്ടിപ്പോകുന്നു. ഇതേ തുടർന്ന് റാംമോഹനെ കാണാൻ ഇടയാവുകയാണ് രാഹുൽ. ഇതോടെ സത്യങ്ങളെല്ലാം താങ്കൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ അല്ലേ എന്ന് ചോദിക്കുന്ന രാഹുൽ റാംമോഹന്റെ അടുത്തേക്ക് വരുന്നു. ഇതോടെ റാംമോഹൻ, അപ്പോൾ എൻ്റെ സുഹൃത്തിന് യാതൊരു പ്രശ്നവുമില്ല. നീ അയാളെ ചതിക്കുകയായിരുന്നു അല്ലേടാ. നിന്റെ അച്ഛനല്ലേടാ അയാൾ. അയാളോട് നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് പണത്തിന് വേണ്ടി എന്തും ഞാൻ ചെയ്യും. അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പണം അത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് അറിയിച്ചതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന റാംമോഹൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ റാംമോഹനെ തടയുന്ന അയാൾ ഇതേ തുടർന്ന് റാംമോഹനോട്, ഞങ്ങളുടെ വിവാഹം നടന്നില്ല എങ്കിൽ അടുത്തത് ഈ അവസ്ഥയിൽ നിങ്ങളായിരിക്കും കിടക്കാൻ പോകുന്നത് എന്ന് അറിയിക്കുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് റാംമോഹനാകെ പകച്ചു പോയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് നീന അവിടേക്ക് കടന്നു വരുന്നത്. ഇതോടെ നീനയും അവൻ്റെ പ്ലാനിൽ പങ്കാളിയാണ് എന്നുള്ള കാര്യം റാംമോഹൻ വേദനയോടെ തിരിച്ചറിയുകയാണ്. മാത്രവുമല്ല, ഞങ്ങളുടെ എല്ലാ സത്യവും തിരിച്ചറിഞ്ഞ റാംമോഹൻ ഇനി ജീവിച്ചിരിക്കണമോ എന്ന് ചോദിക്കുകയാണ് നീനയോട് രാഹുൽ. അയാൾ ജീവിച്ചിരുന്നാൽ നമുക്ക് തന്നെയല്ലേ പാരയായി വരിക. അതുകൊണ്ട് തന്നെ അയാളെ ഇല്ലാതാക്കുന്നത് തന്നെയല്ലേ നല്ലത്. എന്നാൽ ഇത് കേൾക്കുന്ന രാഹുൽ, ഇല്ലാതാക്കാനുള്ള സമയം ആയിട്ടില്ല. എൻ്റെ വിവാഹം കഴിയട്ടെ.
എത്രയും പെട്ടെന്ന് തന്നെ ഇഷയുമായി എൻ്റെ വിവാഹം നടത്തി തരണം. എന്നാൽ മാത്രമാണ് ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയുള്ളൂ. ഇത് കേട്ടതിനെ തുടർന്ന് നിന്നെ പോലെയുള്ള ഒരു ചതിയന് എൻ്റെ മകളെ ഞാൻ കെട്ടിച്ചു കൊടുക്കില്ല എന്നുള്ള കാര്യം റാംമോഹൻ പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ റാംമോഹനെ അടിച്ചു വീഴ്ത്തുകയാണ് രാഹുൽ. എൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കാൻ നോക്കുന്നോടാ എന്ന് പറഞ്ഞ് പൊതിരെ തല്ലുകയാണ് റാംമോഹനെ. ഇതോടെ അടിയേറ്റ് വീഴുന്ന റാംമോഹൻ ബോധം നശിച്ച് താഴെ വീഴുന്നു. പക്ഷേ കൊല്ലാതെ ഇതേ തുടർന്ന് പിന്തിരിയുന്ന രാഹുൽ ആക്സിഡന്റ് വന്നതാണ് എന്ന് വരുത്തി തീർക്കണമെന്നും ഈ കാര്യം ഉപയോഗിച്ച് വേണം നമുക്ക് അടുത്ത പദ്ധതികൾ പ്ലാൻ ചെയ്യാനെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇഷയെ നമ്മുടെ കൂടെ നിർത്തണം. എന്നാൽ മാത്രമാണ് അടുത്ത പ്ലാനിങ്ങുകൾ കൃത്യമായി നടക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതിനുവേണ്ടിയുള്ള എല്ലാ സഹായവും ഞാൻ നൽകാം എന്ന് നീനയും പറയുന്നു. ഇതേ തുടർന്നാണ് തൻ്റെ ഡാഡിക്ക് ആക്സിഡന്റ് പറ്റി എന്നുള്ള കാര്യം ഇഷ അറിയാനിടയാകുന്നത്. ഇതോടെ ഇഷയാകെ തകർന്നു പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.